രാഷ്ട്രീയ നിലപാട് പറഞ്ഞു കഴിഞ്ഞുവെന്ന് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. പ്രതിഷേധങ്ങൾ NSS നേരിട്ടോളാമെന്നും സുകുമാരൻ നായർ പെരുന്നയിൽ പറഞ്ഞു. NSS പൊതുയോഗം പെരുന്നയിൽ തുടങ്ങി. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങൾ എന്നെ കുത്തി എടുത്ത് അതുകൊണ്ടാണല്ലോ നിങ്ങളിങ്ങനെ ചോദിക്കരുത്. ഞാൻ മറ്റാരും ആക്കാത്ത പോലെ വളരെ വ്യക്തമായിട്ട് എൻ്റെ സ്റ്റാൻഡ്, പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ അടുത്ത് എന്തിനാ വെറുതെ പെരുന്നയിൽ നിന്ന് ജോസി ബാബുവും തിരുവനന്തപുരത്ത് നിന്ന് സേഫ് സൈൻ ലാബ്ദിനും ചേരുന്നു. ആദ്യം ജോസിയിലേക്ക്. ജോസി, എന്താണ് സുകുമാരൻ നായരോട് ചോദിച്ച ചോദ്യം? ജിംസ്, ഇപ്പോഴുയർന്നു വന്ന പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലപാടിൽ മാറ്റമുണ്ട്, പ്രതിഷേധങ്ങളിൽ എന്താണ് പ്രതികരണം എന്നതായിരുന്നു ചോദ്യം. പ്രതിഷേധങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് പ്രതിഷേധങ്ങളെ താൻ നേരിട്ടോളാം, ഫ്ലെക്സുകൾ ഒക്കെ തനിക്കൊരു പബ്ലിസിറ്റി അല്ലേ എന്ന് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ വീണ്ടും കുത്തി ഈ രാഷ്ട്രീയ നിലപാടിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കേണ്ട, വ്യക്തമായി തൻ്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു എന്നും സുകുമാരൻ നായർ പറഞ്ഞു. ഈ സമ്മേളനത്തിന് മുന്നോടിയായി മന്നം സമാധിയിൽ പുഷ്പാർച്ചനയ്ക്കായി എത്തിയപ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. എന്തായാലും ഇപ്പോൾ പ്രതിനിധി സഭാ ഹാളിൽ യോഗ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ 2024-25 വർഷത്തെ ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചെലവ് കണക്കുകളുടെ അംഗീകാരവും അതോടൊപ്പം അതിൻ്റെ ചർച്ചയുമാണ് പ്രധാനപ്പെട്ട അജണ്ട. ആ അജണ്ട മാത്രമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. എന്തായാലും ഇപ്പോൾ സമ്മേളന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഏവരും ഉറ്റുനോക്കുന്നത് ഈ സമ്മേളന പ്രതിനിധികളിലായ 300 പേരിൽ ആരുടെയെങ്കിലും ഭാഗത്തു നിന്നും നിലവിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ സുകുമാരൻ നായർക്കെതിരെ വിമർശനങ്ങളോ അല്ലെങ്കിൽ പ്രതികരണങ്ങളോ ഉണ്ടാകുമോ എന്നതാണ്. പക്ഷേ ഇതുവരെയും നമുക്കറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ സമ്മേളന നടപടികൾ പുരോഗമിക്കുമ്പോഴും അത്തരത്തിലുള്ള ഒരു വിമർശനങ്ങളോ പ്രതികരണങ്ങളോ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആമുഖമായി അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയും, അല്ലെങ്കിൽ അവതരിപ്പിക്കും. അതിനുശേഷം അത് ചർച്ച ചെയ്ത് പാസ്സാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ചർച്ചയിൽ ഈ രാഷ്ട്രീയ വിമർശനങ്ങളോ അല്ലെങ്കിൽ നിലപാടിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങളോ ഇദ്ദേഹത്തിൻ്റെ സുകുമാരൻ നായരുടെ ഭാഗത്തുനിന്നോ പ്രതികളുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതിനിടെ ഇന്ന് NSS ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന കോട്ടയം ജില്ലയിൽ ആദ്യമായി ഒരു ഫ്ലെക്സ് ഉയർന്നതും ശ്രദ്ധേയമാണ്. പൂഞ്ഞാറ് ചേന്നാട് കരയോഗത്തിൻ്റെ സമീപത്താണ് ഇത്തരത്തിലുള്ളൊരു ഫ്ലെക്സ് ബോർഡ് ഉയർന്നത്. കട്ടപ്പയ്ക്ക് സമാനമായി സമുദായാംഗങ്ങളെ, അയ്യപ്പ വിശ്വാസികളായ സമുദായാംഗങ്ങളെ ഒറ്റുകൊടുക്കുകയാണ് സുകുമാരൻ നായരെന്നും പിണറായി വിജയന് പാദസേവ ചെയ്യുകയാണ് എന്നുമാണ് ഫ്ലെക്സ് ബോർഡിലെ വിമർശനം. പിന്നീട് NSS ഭാരവാഹികളെത്തി ആ ഫ്ലെക്സ് ബോർഡ് അഴിച്ചു മാറ്റുകയും ചെയ്യുന്നു. ഉച്ചയ്ക്ക് ശേഷം ഇന്ന് UDFന്റെ ഒരു വിശദീകരണ യോഗമുണ്ട് കോട്ടയത്ത്. VD സതീശൻ ഉദ്ഘാടനം ചെയ്യുന്ന ജില്ലാ UDF വിശദീകരണ യോഗത്തിലും ഈ വിഷയങ്ങളൊക്കെയും ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ UDFന്റെ നയം പ്രതിപക്ഷ നേതാവ് യോഗത്തിൽ വ്യക്തമാക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ആ യോഗത്തിനും ഇന്നത്തെ ദിവസം വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. എന്തായാലും തൻ്റെ നിലപാടിൽ, മുൻപ് പറഞ്ഞ നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുന്നു. അയ്യപ്പ ദർശനവും ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിനെ പുകഴ്ത്തിയ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിലപാടുകളെ പ്രശംസിച്ച തൻ്റെ ആ രാഷ്ട്രീയ നിലപാട് താൻ അതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് സുകുമാരൻ നായർ വ്യക്തമാക്കുന്നത്.